അസ്സലാമു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുഹറത്തിനെക്കുറിച്ച്, മുഹറത്തിൻ്റെ പ്രാധാന്യം, എന്തുകൊണ്ടാണ് നമ്മൾ മുഹറം 9, 10 അല്ലെങ്കിൽ 10, 11 നോമ്പെടുക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രാധാന്യം, അതേപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പറയണമെന്നാണ് വിചാരിക്കുന്നത്. മുഹറത്തിന് വളരെ കൃത്യമായിട്ട് ഹദീസുകളിലൂടെ തെളിയിക്കപ്പെട്ട, സഹിഹായ ഹദീസുകളിലൂടെ തെളിയിക്കപ്പെട്ട ഒരു സംഭവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പം ജൂതന്മാർ മൂസാ നബി അലൈഹിസ്സലാം കടൽ പിളർത്തി വിജയിച്ച സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നത് കാണുകയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിന് കൂടുതൽ മൂസാ നബിയോട് അടുത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ദിവസം നോമ്പെടുക്കാൻ പറയുകയും, അടുത്ത പ്രാവശ്യം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 2 ദിവസം നോമ്പെടുക്കുമെന്ന് പറയുകയും ചെയ്യുന്നതാണ് ഹദീസിൽ വളരെ സഹിയായിട്ടുള്ള ഒന്ന്. ഇതാണ് ഒരു സംഭവം. ഞാൻ ഹദീസിൽ വളരെ സഹിയായി എന്ന് പറഞ്ഞാൽ, നമ്മൾ വായിക്കുമ്പോൾ മുഹറത്തിൻ്റെ ഇമ്പോർട്ടൻസ് വായിക്കുമ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലുമായി ബന്ധപ്പെട്ടത്, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗബ സ്വീകരിച്ചത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീയിൽ നിന്ന് രക്ഷപ്പെട്ടതൊക്കെ പല രീതിയിൽ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ വളരെ ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ഹദീസിൽ നമുക്ക് അത് കാണാൻ കഴിയില്ല. രണ്ടാമത് മുഹറത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, നമുക്കറിയാം, ഹിജ്രി കലണ്ടർ എന്ന് വെച്ചാൽ ഇസ്ലാമികമായിട്ടുള്ള, ഇസ്ലാമിന് ഒരു കലണ്ടർ, ഹിജ്രി കലണ്ടർ. ഇതിപ്പോൾ 1448, മറ്റേത് 2026. അതുപോലെ ഹിജ്രി കലണ്ടർ മുഹറം വെച്ച് തുടങ്ങുന്നത് ആണ് ഇതിൻ്റെ മറ്റൊരു അനുസ്മരിക്കാനുള്ള സംഭവം. അപ്പോൾ അതിൽ നമുക്കറിയാം, ഈ മുഹറം അറബികൾക്ക് ഇസ്ലാമിന് മുന്നേ തന്നെ മാസങ്ങളുണ്ടായിരുന്നു. 12 മാസം എന്ന് പറയുന്നത് ഇസ്ലാം കൊണ്ടുവന്നല്ല, അവിടെ മുന്നേ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവർക്ക് വർഷങ്ങൾ അവർ എണ്ണിയിരുന്നില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഡോക്യുമെൻറ്റേഷനും സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഒരു വർഷം എണ്ണി തുടങ്ങുന്ന ഒരു കലണ്ടർ ആവശ്യമാണ് ഇസ്ലാമിന് എന്ന് ആലോചിക്കുകയും, അതാണ് അതിൻ്റെ ഏറ്റവും നമുക്ക് പാഠം നൽകുന്ന വിഷയം. ഏത് സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇസ്ലാമിനൊരു കലണ്ടർ ഉണ്ടാകുകയാണെങ്കിൽ ചെയ്യണം എന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസത്തിനെ അതിനെ വെച്ച് ചർച്ച ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയ ആ മൊമെൻറ്റിനെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്തു. പക്ഷേ അവർ എത്തിച്ചേർന്ന സംഭവം ഹിജ്റയാണ് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്ന രീതി, അല്ലെങ്കിൽ അവർ ഇസ്ലാമിനെ കാണുന്ന രീതി, അതൊക്കെ തരുന്ന ധാരാളം പാഠങ്ങളുണ്ട്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരാളുടെ ജന്മത്തെ ബേസ് ചെയ്യാതെ, വഫാത്തിനെ ബേസ് ചെയ്യാതെ ഹിജ്റ പോലത്തെ ഒരു ഇൻസിഡൻറ്റിനെ എടുത്തത് വലിയ സംഭവമാണ്. നമുക്കറിയാം, 2026 എന്ന് നമ്മളിപ്പോൾ പറയുമ്പം അത് ഈസാ നബി അലൈഹി സ്വലാം, യേശു ജനിച്ചിട്ട് 2026 കൊല്ലം എന്നാണ്. ഒരു ജന്മത്തെയാണ് അവിടെ മാനദണ്ഡമാക്കുന്നത്. പക്ഷെ ഇവിടെ ഹിജ്റയാണ് മാനദണ്ഡമാക്കുന്നത്. എന്തുകൊണ്ടാണ് ഹിജ്റ അത്രയും പ്രാധാന്യത്തോടുകൂടി ആ സമൂഹം ഏറ്റെടുത്തത് എന്നതാണ് ഇന്നത്തെ ഒന്നാമത്തെ വിഷയം. രണ്ടാമത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആ സംഭവത്തെ, കടൽ പിളർക്കുന്ന സംഭവത്തെ എന്തുകൊണ്ട് അനുസ്മരിക്കുന്നത് അത്രയും പ്രാധാന്യത്തോടു കൂടി എടുത്തു. രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്. എന്തുകൊണ്ട് ഹിജ്റ, എന്തുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 സംഭവങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാം വലുതാകുന്നത്, വലിയൊരു നാഗരികത ആകുന്നത്. എന്ന് വെച്ചാൽ മക്കയിൽ അടിച്ചമർത്തപ്പെട്ടും വിലയില്ലാതെയുമായിട്ടുള്ളൊരു സമൂഹം മദീനയിൽ നിന്ന് തുടങ്ങി ലോകത്തിൻ്റെ ഏകദേശം 25% പോപ്പുലേഷൻ ഭരിക്കുന്ന രീതിയിലേക്ക് വളരുന്നത് ഹിജ്റയ്ക്ക് ശേഷമാണ്. ഹിജ്റയെ തുടക്കത്തിൽ നമുക്ക് നഷ്ടമായി തോന്നുമെങ്കിലും ഹിജ്റയിലൂടെ മക്ക വിട്ട് മദീനയിൽ എത്തുന്നതോടുകൂടിയാണ് ഇസ്ലാം വലിയൊരു സിവിലൈസേഷൻ, നാഗരികതയും ആകുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. അതിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയ കാര്യമാണ്. അതേപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കുട്ടി
അങ്ങേയറ്റം നിസ്സഹായ അവസ്ഥയാണ് ഒരു തൊട്ടിലിൽ ഒരു നദിയിലൂടെ ഒഴുകുക എന്നുള്ളത്. അതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നമ്മൾ ചെറുപ്പത്തിൽ കാണുന്നത്. ആ കുട്ടി ഒരു പ്രവാചകനോളം വളർന്നിട്ട് ഒരു കടല് തന്നെ പിളർത്തി ഒരു സമൂഹത്തിനെ വിമോചിപ്പിച്ച് അതിനെ പുതിയൊരു നാഗരികതയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ആ സംഭവത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങളെയും വളരെ പ്രാധാന്യത്തോടു കൂടി സഹാബത്ത് എടുത്തു എന്നത് നമുക്ക് തരുന്ന തിരിച്ചറിവ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ എവിടെ നോക്കിയാലും ഇസ്ലാം ചെറുതാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു കാലഘട്ടം, എല്ലാ സ്ഥലത്തും ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു കാലഘട്ടം. ഹിജാബ് ഇടുന്നത് ശരിയാണോ തെറ്റാണോ, ഞാൻ ഇടണോ അയക്കണോ എന്നൊരു കൺഫ്യൂഷനിൽ പെൺകുട്ടികളുള്ള ഒരു കാലഘട്ടം. എൻ്റെ താടി തീവ്രവാദിയാക്കുമോ എന്ന ഒരു വല്ലാത്ത ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടം. എവിടെ നോക്കിയാലും മുസ്ലിം എന്ന പേര് ഏതോ പഴയ എന്തോ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ആൾക്കാർ തോന്നുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ചെറുതായി ഒന്നുമില്ലാതെ ആകുന്ന ഒരു കാലഘട്ടത്തിൽ ഹിജ്റയും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഈ സംഭവം നമുക്ക് തരുന്ന വലിയ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം അങ്ങനെ വളരെ ചെറിയൊരു പാവത്താനായിട്ടുള്ള ഒരു മതമല്ല. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി എന്നാണ് ഖുർആൻ പറയുന്നത്. ഇസ്ലാം എവിടെയൊക്കെ ഉണ്ടാവുമ്പോഴും അത് വ്യക്തിയിൽ നിന്ന് വളർന്ന് ഒരു മൊത്തം സമൂഹത്തിൻ്റെ തന്നെ അതിന് ചൂഴ്ന്ന് നിൽക്കാൻ മാത്രം വലുപ്പത്തിലേക്ക് പോകുന്നതാണ്. ഇത് നമുക്ക്, ഞാൻ പറയുന്നത്, വലിയ ആത്മവിശ്വാസം തരേണ്ടത്. നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പം തുർക്കിയിൽ ഒരു ഖിലാഫത്ത് തകരുകയും ആ തകർന്ന ഖിലാഫത്തിന് വേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സമരം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ഖിലാഫത്തിന് എത്രത്തോളം വലുതായിട്ട് അവർ കണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഒരു വലിയ ക്രമമായിട്ട് ഇസ്ലാം നിലനിൽക്കുന്നതിന് നമ്മൾ കുറേ ഇങ്ങോട്ട് വന്ന് നമ്മൾ ചുരുങ്ങി നമ്മളെ പേഴ്സണൽ അവകാശങ്ങളെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നതിലേക്ക് തരുമ്പം നമ്മളിങ്ങനെ ബാക്കോട്ട് നോക്കുമ്പം നമ്മൾ ഏത് വഴിയിൽ നിന്നുകൊണ്ടാണ് വന്നത് എന്നത് തരുന്ന വലിയ പാഠമാണ് എന്ന് കാണാൻ പറ്റും. രണ്ടാമത്, നിങ്ങൾ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാമിനെ നോക്കിക്കഴിഞ്ഞാൽ, ഖുർആൻ നിരന്തരം ഫോക്കസ് ചെയ്യുന്നൊരു വിഷയം ചരിത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം, ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ ഏതോ മാർക്ക് കിട്ടേണ്ട സ്കൂളിൽ പഠിച്ച എന്തോ ഒരു എന്താണ് പാനിപ്പത്ത് യുദ്ധവും ഇങ്ങനെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ ഇതെന്താ സംഭവം, ഒരു ബോറനായിട്ടുള്ളൊരു സാധനമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ നിങ്ങൾ ഖുർആൻ എടുത്ത് വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഖുർആൻ ചരിത്രത്തെ പറഞ്ഞുകൊണ്ടാണ് ജീവിതം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലും പ്രവാചകനെ ഏറ്റെടുത്ത് പ്രവാചകന് സന്മാർഗം കൊടുക്കുന്നതാണ് ഖുർആൻ. പ്രവാചകൻ്റെ ഓരോ സമയത്തും ഓരോ പ്രശ്നത്തിനും ഉത്തരമായിട്ടാണ് ഖുർആൻ്റെ ആയത്ത് ഇറങ്ങുന്നുണ്ട്. ആ ആയത്തുകളിൽ വളരെ വലിയൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രമാണ്. എന്തിനാണ് ഖുർആൻ ഇത്രയും പ്രാധാന്യത്തോടു കൂടി ചരിത്രത്തെ പറയുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണ് 2026 ഏതോ ഒരു കാലത്ത് ഈജിപ്തിൽ നടന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം നമ്മൾ എന്തിനാണ് ഇന്ന് ഓർക്കുന്നത്? ഏതോ ഒരു സമയത്ത് മക്കയിൽ നടന്ന ഹിജ്റയെ നമ്മൾ എന്തിനാണ് ഇന്ന് ഓർക്കുന്നത് എന്ന പാഠം കൂടി നമുക്ക് തരും. എന്തിനാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. സൂറ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മൊത്തം ചരിത്രം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് ലഖദ് കാന ഫീ ഖസസിഹിം ഇബറത്തുൻ ലി ഉലിൽ അൽബാബ് എന്നാണ്. ഈ ചരിത്രത്തിൽ, ഈ ജീവിതത്തിൽ ബുദ്ധിയുള്ളവർക്ക് ധാരാളം പാഠങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കുമ്പം ആ ജീവിതത്തിൽ ഇസ്ലാമികമായിട്ട് അഭിമുഖീകരിക്കാനുള്ള പാഠങ്ങൾ പറയാനാണ് എന്ത് ചെയ്യുന്നത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമത് സൂറ ഹൂദിൽ വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക് എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഞാൻ ഈ എല്ലാ ചരിത്രവും പറഞ്ഞു തരുന്നത് നിന്റെ ഹൃദയത്തിനെ ഉറപ്പിച്ച് നിർത്താനാണ് എന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്. എന്താണ് ചരിത്രം, എന്തിനാണ് അള്ളാഹു പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രതിസന്ധികൾ പുതിയതല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിരിക്കും നമുക്ക് ഏറ്റവും വലുതായിട്ട് തോന്നുന്നത്. നമ്മൾ വിചാരിക്കും ഇതോടുകൂടി ഇസ്ലാം തന്നെ തകർന്നു പോകാൻ മാത്രം വലിയ പ്രശ്നം, ലോകത്തെവിടെയും എല്ലായിടത്തും പ്രശ്നം, ഇസ്ലാം ഒന്നുമല്ലാതെ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി നമുക്ക് ഏറ്റവും വലുതായി തോന്നും. പക്ഷെ നമ്മൾ ചരിത്രത്തിലേക്ക് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ
നമ്മൾ കണ്ടതിനേക്കാൾ രക്തം കണ്ട ഒരു കാലഘട്ടം ഇസ്ലാമിന് കടന്നുപോയിട്ടുണ്ട്. നമ്മൾ കണ്ടതിനേക്കാൾ ക്രൂരരും ഏകാധിപതികളുമായിട്ടുള്ള ഭരണാധികാരികൾ മുന്നേ കടന്നുപോയിട്ടുണ്ട്. അവരെയൊക്കെ വളരെ സുന്ദരമായി ഈമാനോടുകൂടി ആർജവത്തോടുകൂടി അഭിമുഖീകരിച്ച ഒരു സമൂഹം നമുക്ക് മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് നിനക്ക് വിഷമമാകുന്നുണ്ടോ എന്നാൽ നീ മനസ്സിലാക്കണം, നിന്നേക്കാൾ വിഷമിച്ച ഒരു മൂസ മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിനക്ക് ഈ പണിയെടുക്കുമ്പം ആരുമല്ലാതെയായി ഒറ്റപ്പെട്ടതായി തോന്നുന്നുണ്ടോ എന്നാൽ നീ മനസ്സിലാക്കണം, നിന്നേക്കാൾ ഒറ്റപ്പെട്ട ഒരു യൂനുസ് മുന്നേ കടന്നു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രതിസന്ധികൾ പുതിയതല്ല എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു ചരിത്രം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ഇസ്ലാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ചേർത്ത് വെക്കേണ്ടത് ചരിത്രത്തിൽ ഈ മാർഗത്തിൽ കടന്നു പോയവരെയാണ് എന്നുള്ളതാണ്. രണ്ടാമത് ഖുർആൻ പറയുന്ന ഒരു തിയറി ഉണ്ട്. ആ തിയറി വലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല എന്നുള്ളതാണ്. അള്ളാന്റെ സുന്നത്ത് ഒരിക്കലും മാറൂല. ഇത് അള്ളാഹ് തന്നെ പറയുന്നതാണ്. അള്ളാന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ നടപടിക്രമം അത് മാറൂല. നമ്മൾ AI വന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, ഡിജിറ്റൽ വേൾഡ് വന്നു, സെക്യുലറിസം വന്നു, ഇതൊക്കെ നമ്മുടെ മുന്നിൽ കാണുന്ന മാറ്റങ്ങളാണ്. പക്ഷെ അള്ളാഹ് പറയുന്നത് അള്ളാന്റെ സുന്നത്ത് മാറൂല. സുന്നത്ത് മാറൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൂജഹൽ വീണ്ടും വരും, ഫിർഔൻ വീണ്ടും വരും, കടല് വീണ്ടും വരും. നമ്മൾ മൂസയും ഉമറും അബൂബക്കറും ആകുന്നുണ്ടോ എന്നത് മാത്രമാണ് ചോദ്യം. നമ്മൾ പലത് കാണുമ്പോഴും ആകെക്കൂടെ ലോകത്തിൽ ഒരു സത്യമേ ഉള്ളൂ. അത് സത്യവും അസത്യവും തമ്മിലുള്ള സംഘടനയാണ്. നിങ്ങൾ എന്തൊക്കെ ലോകം മാറിയാലും പച്ചയായിട്ട് ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ. അത് സത്യത്തിൻ്റെ ഭാഗത്ത് ആരാണ്, അസത്യത്തിൻ്റെ ഭാഗത്ത് ആരാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പ്രതിസന്ധിയുണ്ട്, ഖുർആനുണ്ട്, അബൂജഹലുണ്ട്. ശരിക്കും നമ്മൾ നോക്കി നോക്കാം, പേര് വ്യത്യസ്തമാണെങ്കിലും അബൂജഹൽ നമുക്കിടയിലുണ്ട്. പക്ഷെ ഉമറും അബൂബക്കറും ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് നമ്മൾ അന്ന് അനുഭവിച്ച വിജയം ഇന്ന് അനുഭവിക്കാത്തതിൻ്റെ കാരണം. ഫിറൗൻ ഇന്നുണ്ട്, ശരിക്കും നോക്കേണ്ടതുപോലെ നോക്കിയാൽ ഫിറൗൻ ഇന്നുണ്ട്. മൂസയുടെ വടിയുമുണ്ട്. മൂസയുടെ വടി എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് വന്ന ഒന്നുമല്ല. മൂസാ നബി അലൈഹി സ്വലാം സാധാരണ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആടിനെ മേയ്ക്കാനൊക്കെ ഉപയോഗിച്ച വടിയാണ്. ആ വടി നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ടാലൻ്റ് ഉണ്ട്, നമ്മുടെ സ്കില്ലുണ്ട്, അള്ളാഹു തന്ന എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ കയ്യിൽ ഖുർആനുമുണ്ട്, കടലുമുണ്ട്. പക്ഷെ മൂസ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഇന്നും ഏകാധിപത്യമുണ്ട്, അനീതിയുണ്ട്, നമ്രൂദുണ്ട്, പക്ഷെ ഇബ്രാഹിം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളോട് പറയുന്നത്, ചരിത്രത്തെ നമ്മൾ ഓർത്ത് മുഹറം 10 നോമ്പെടുക്കുമ്പം അള്ളാഹു നമ്മളോട് പറയുന്നത്, നമ്മളുടെ ഇടയിൽ നിന്നും ഈ അബൂജഹലുമാരെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ഉമറും അബൂബക്കറും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ആ നോമ്പ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്നുള്ളത്. നമുക്ക് ചരിത്രബോധം ഉണ്ടാകുമ്പം, ചരിത്രത്തെ നമ്മൾ അറിയുമ്പം നമ്മൾ ആരായിരുന്നു എന്ന് നമ്മളറിയും. നമ്മൾ ആരായിരുന്നു, നമ്മൾ ഇബ്രാഹിമും മൂസയൊക്കെ ആയിരുന്നു. നമുക്ക് ആരൊക്കെ ആകാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാവും. ആരൊക്കെ നമ്മൾ ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് പണിയെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെ ആകാൻ കഴിയും. നമുക്ക് മൂസ ആകാൻ കഴിയും, നമുക്ക് ഇബ്രാഹിം നബി ആകാൻ കഴിയും, നമുക്ക് ആരൊക്കെ ആകാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇന്ത്യയിലും ലോകത്തും ഇസ്ലാമിനെ രണ്ടാം കിട ഇൻഫീരിയർ ആക്കാനുള്ള ഫസ്റ്റ് പണി എന്താണ് ചെയ്യുന്നത്? ചരിത്രബോധം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. താജ്മഹൽ ഇവിടെ മുസ്ലിങ്ങളുമായി ബന്ധമില്ല, പള്ളികൾ മുസ്ലിങ്ങളുടേതല്ല, നമ്മളൊന്നും ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ചരിത്രബോധം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ ആരാണ്? നമ്മുടെ ആത്മവിശ്വാസം നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമുക്കുള്ള ചരിത്രബോധമില്ലാത്തൊരു ജനറേഷനാണ് ഇനി വരാൻ പോകുന്നത്. ആ ജനറേഷന് ഇവിടെ എത്രയോ കാലം മുന്നേ വന്നവരാണ് മുസ്ലിങ്ങൾ എന്ന ബോധമില്ലെങ്കിൽ, വിഭജനത്തെക്കുറിച്ചുള്ള ബോധമില്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആത്മവിശ്വാസം ഇല്ലാത്തൊരു ജനതയായിട്ട് മാറുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മുഹറം നമുക്ക് തരുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ചരിത്രബോധം ഉണ്ടാകുക, ആ ചരിത്രത്തിൽ നിന്നും ആത്മവിശ്വാസം എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് മുഹറം ഹിജ്റ അല്ലെങ്കിൽ മുഹറം ഹിജ്റ മൂസാ നബി തരുന്ന രണ്ടാമത്തെ പാഠം ഹിജ്റയുടെ നിലപാടുണ്ടാകുക എന്നുള്ളതാണ്. ഹിജ്റയുടെ നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ഹിജ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന പരിപാടിയുടെ പേര് മാത്രമല്ല, ഹിജ്റ ഒരു നിലപാടാണ്. എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ? ഹിജ്റ എന്നുള്ള വാക്ക് തന്നെ പറയുന്നത് ഉപേക്ഷിക്കുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. ഹിജ്റയുടെ നിലപാടിന് 2 വശങ്ങളുണ്ട്. ഒന്ന് ഒഴിവാക്കലാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന് തടസ്സമാകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഇടങ്ങളെ ഒഴിവാക്കുക. 2 അള്ളാഹുവിലേക്ക് നമ്മൾ പോവുക. ഇതാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ. ആ നിലപാടില്ലാതെ ഒരു നിമിഷം നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
നാട് വിട്ടു പോകുമ്പം പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം ഖുർആൻ പറയുന്നുണ്ട്. വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി എന്നാണ്. ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജ്റ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളോട് അള്ളാഹു പറയുന്നത് നമുക്ക് ഹിജ്റയുടെ നിലപാടുണ്ടാണ്. ഹിജ്റയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്ക അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കംഫേർട്ട് സോൺ ആയിരുന്നു. എന്ന് വെച്ചാൽ അവർ ജീവിച്ച അവരെ സമ്പത്ത്, അവരെ കുടുംബം, അള്ളാഹു പറയുന്നത് തൽക്കാലം നിങ്ങൾ ഇതിനെ വിട്ടുപോയാൽ മാത്രമേ എൻ്റെ മാർഗത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. നമ്മളോടുള്ള ചോദ്യം പലതുമാകാം. നമുക്ക് ഹിജ്റ ചെയ്യേണ്ട ഇടങ്ങൾ പലതുമാകാം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങൾ വളരെ ചുരുക്കി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് സുബഹിക്ക് പോകാൻ കഴിയാതെ നമ്മളെ പിടിച്ച് കിടത്തി ഉറക്കുന്ന സ്ഥലത്തിൽ നിന്നും നമുക്ക് നിലപാട് കൊണ്ട് ഹിജ്റ ചെയ്യാൻ കഴിയണം. എന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ആ പൊസിഷൻ, ആ സ്ഥലം, ആ കംഫേർട്ട് സോണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയണം. നമുക്ക് നിലപാടെടുക്കാൻ കഴിയാത്ത ബന്ധങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ, കൂട്ടുകെട്ടാണെങ്കിൽ, അവിടെ നിന്ന് നമുക്ക് നിലപാട് കൊണ്ട് ഹിജ്റ ചെയ്യാൻ കഴിയണം. എവിടെയൊക്കെ നമ്മളെ തെറ്റിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഇടങ്ങളുണ്ടോ, സന്ദർഭങ്ങളുണ്ടോ, അവിടെ നിന്നൊക്കെ ഹിജ്റ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ഹിജ്റ തരുന്ന വലിയ പാഠം എന്ന് കാണാൻ കഴിയും. നമ്മളുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹിജ്റയെ കുറിച്ച് പറയുമ്പം സഹാബത്ത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു സന്ദർഭത്തെ ആലോചിച്ച് നോക്കുക. ഈ ഹിജ്റ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മദ്രസ മുതൽ കേൾക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും ആലോചിച്ച് നോക്കുക ഹിജ്റനെ കുറിച്ച്. ഇന്നത്തെ പോലെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് 2 ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ 2 സൂപ്പർ മാർക്കറ്റ് നെറ്റിലൂടെ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് അഡാപ്റ്റ് ചെയ്തിട്ട് ഒരു രാജ്യത്ത് പോയി നിൽക്കുന്നതിനെ കുറിച്ചല്ല. അവരുടെ എല്ലാ സാധനം, വേരടക്കം എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്ന് കച്ചവടവും, ആട്, മാട്, പിന്നെ ഒട്ടകം, ഇതിനെയൊക്കെ വിട്ടിട്ട് തികച്ചും മറ്റൊരു സ്ഥലത്തേക്ക് അവർ പറിച്ച് നടപ്പെടുകയാണ്. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെതും ഒരു ഹിജ്റയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരു സ്ഥലത്ത് നിന്ന് അത്രയും വലിയൊരു ഏകാധിപതിൻ്റെ എതിർത്ത് കൊണ്ട് ഒരു വലിയ ജനതയും കൂട്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ചെറിയ കാര്യമില്ല. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര അമാനുഷികന്മാരാണ്. പിന്നെ നമുക്കിത് കേട്ടിരിക്കാൻ വളരെ സിമ്പിളാണ്. അവർ ശരിക്കും പച്ചയായ മനുഷ്യരെ പോലെ ബോധപൂർവം അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടെടുത്ത നിലപാടിൻ്റെ റിസൾട്ടാണ് ഹിജ്റ. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇത് ഒഴിവാക്കണം എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചത് കൊണ്ടാണ് അവർക്കത് പോകാൻ കഴിഞ്ഞത്. നമ്മളോടുള്ള ചോദ്യം, ഹിജ്റ ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളെ നമുക്കും ഇഷ്ടമില്ലാതെ ആകണം. അതല്ല ഇപ്പോഴത്തെ കേസ് എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഇടമാണെന്ന് നമുക്കറിയാം, പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാതെ ആകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ കിബില മാറ്റത്തിൻ്റെ ഒരു ആയത്ത് ഖുർആനിലുണ്ട്. അതിൽ അള്ളാഹു പറയുന്നത് അത്രയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാണ് മക്ക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ഹൃദയത്തോട് ചേർന്ന ഒരു സ്ഥലമാണ്. അതിനെ വിട്ടിട്ട് പ്രവാചകൻ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ല ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് എനിക്കിഷ്ടമുണ്ടെങ്കിലും അത് ഒഴിവാക്കാൻ കഴിയും. ഹിജ്റ ചെയ്യാൻ കഴിയണമെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളെ നമുക്കും ഇഷ്ടമില്ലാതെ ആകണം എന്നുള്ളതാണ് കാണാൻ. ഹിജ്റയുടെ ധാരാളം സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും ഹിജ്റയിൽ. അതിൽ ഈ സ്ത്രീകളെ പറയുമ്പം കുറേ കൂടെ, ആണുങ്ങളെ പറയുമ്പം കുറച്ചും കൂടി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നു. സ്ത്രീകളെ പറയുമ്പോൾ സ്ത്രീ, ഗർഭിണിയായ ഒരു സ്ത്രീ, ഇവിടെ എക്സാമ്പിളും കൂടെ പറയുമ്പോൾ എത്രത്തോളം ദൗർബല്യം അനുഭവിച്ചിട്ടാണ് അവർ ചെയ്തത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ ഹിജ്റക്ക് പോകുന്ന വിശ്വാസികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുന്ന രംഗം ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് ഒരു സ്ത്രീ അത്രയും ബുദ്ധിമുട്ടുള്ള ആ ശാരീരിക സന്ദർഭത്തിൽ, അള്ളാഹിനോടുള്ള ഇഷ്ടമാണ് സ്വർഗത്തിനുള്ള ഇഷ്ടമാണ്. എന്നിട്ട് അബൂജഹൽ അടിക്കുകയും ആ വേദന കൊണ്ട് ജീവിതം മുഴുവൻ ശരീരത്തിൽ ആ വേദനയും കൊണ്ട് അവർ ജീവിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെറുതെ കേട്ട് വൈകാരികമായി പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഹിജ്റ എന്ന് പറയുന്നത് നിലപാടാണ്. ആ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു നമ്മൾ തമ്മിൽ ബ്ലോക്കാകുന്ന സ്ഥലങ്ങൾ നമുക്കറിയാം എന്താണ് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നത്. അവിടെ നിന്ന് നിലപാടുകൾ കൊണ്ട് നമുക്ക് ഹിജ്റ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. ഖുർആനിൽ പിന്നെ ഒരു ആയത്തുണ്ട്, സൂറ നിസായിൽ 97-ാമത്തെ ആയത്ത്. ഇപ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്തു എന്നതിന് നമുക്ക് പല എക്സ്ക്യൂസും പറയാനുണ്ടാവും. അതിലൊരു എക്സ്ക്യൂസ് ആയിരിക്കും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ചെയ്തു പോയി എന്നുള്ളത്.
അതിനെയും അള്ളാഹു ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്ത് പറയുന്ന ഒരു ആയത്തുണ്ട്. അതിൽ അള്ളാഹ് പറയുന്നത് ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ലാലിമി അൻഫുസിഹിം. മലക്കുകൾ തെറ്റ് ചെയ്ത പരാജയപ്പെട്ട ഒരു നഫ്സിനെ പിടിക്കുമ്പം കാലു ഫീമ കുൻതും, എന്തുകൊണ്ടാണ് നീ തെറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് നീ പരാജയപ്പെട്ടു പോയത് എന്ന് പറയുമ്പം അയാൾ പറയും കാലു കുന്ന മുസ്തദഅഫീന ഫിൽ അർള്, ഭൂമിയിൽ ഞങ്ങൾ ദുർബലരായിരുന്നു എന്നാണ്. ഭൂമിയിൽ ദുർബലരായിരുന്നു, അധികാരം മറ്റുള്ളവർക്കായിരുന്നു, നമുക്ക് പേഴ്സണൽ റൈറ്റ്സ് പോലും കിട്ടിയിരുന്നില്ല. കോളേജിലൊക്കെ പോകുമ്പോൾ ഹിജാബ് അഴിക്കാൻ എന്ത് ചെയ്യുന്നു, നമ്മളോട് പറയുന്നു. എവിടെ പോയാലും താടി പ്രശ്നമാണ്. മുസ്ലിം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ വളരെ മോശമായിട്ടാണ് കാണുന്നത്. കാലു മുസ്തദഅഫീന ഫിൽ, അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി. അങ്ങനെ പറയാൻ നിന്നാൽ അള്ളാഹു എന്താണ് മറുപടി പറയാൻ പോകുന്നതെന്ന് ഇപ്പം തന്നെ നമ്മളോട് പറയാണ്, അള്ളാഹ് പറയാണ്, അല്ലെങ്കിൽ മലക്കേട് പറയാണ്. കാലു അലം തക്കുൻ അർളുല്ലാഹി വാസിയ, അള്ളാഹിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, ഫതുഹാജിറു ഫീഹ, നിങ്ങൾ എന്തുകൊണ്ട് ഹിജ്റ ചെയ്തില്ല എന്നാണ് ആ മലക്കുകൾ ചോദിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ ഭൂമിയിൽ ഒരു നിലപാടെടുക്കാൻ ഒരു സാഹചര്യം ബ്ലോക്കാവുമ്പം പുതിയ സാധ്യതകൾ നമ്മൾ എന്തുകൊണ്ട് തേടിയില്ല എന്നാണ് അള്ളാഹു നമ്മളോട് ചോദിച്ചത്. ഹിജ്റ ചെയ്യാതെ നമുക്ക് വിശ്വാസിയായി നിലനിൽക്കാൻ കഴിയില്ല. നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഇടത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനുള്ള സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കണം. അത് കമ്പനി ആണെങ്കിൽ അങ്ങനെ, നമ്മുടെ ജോലിയാണെങ്കിൽ അങ്ങനെ, കുടുംബമാണെങ്കിൽ അങ്ങനെ. ആ സാഹചര്യത്തിൽ നിന്നും ഹിജ്റ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാഠം, നിങ്ങൾ ഹിജ്റയെക്കുറിച്ച് ആലോചിച്ചാലും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഹിജ്റയെക്കുറിച്ച് ആലോചിച്ചാലും കോമൺ ആയിട്ടൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അത് അവരങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിൻ്റെ ബേസ് അനീതിക്കെതിരെയുള്ള ചോദ്യം ചെയ്യലാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ തനിക്ക് ചുറ്റും എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹിസ്സലാം ആ ജനതയെ നമസ്കാരവും നോമ്പും ഹജ്ജും പഠിപ്പിക്കുന്നതിന് മാത്രം വന്നതല്ല, ബനൂ ഇസ്രായേലിനെതിരെയുള്ള അനീതിയെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. ഹിജ്റ ചെയ്യുന്നത് നമസ്കാരവും ഹജ്ജും നിലനിർത്താൻ മാത്രമല്ല, അവിടെ നിലനിൽക്കുന്ന അനീതിയെ കൂടി അവരെന്ത് ചെയ്തു, ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. മുഹറം തരുന്ന മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അനീതിക്കെതിരെ അനീതിയെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ബാധ്യതയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ആ ഹദീസ് ഒരു പെർഫെക്റ്റ് ഹദീസാണ്, അനീതിക്കെതിരെയുള്ള ഒരു പെർഫെക്റ്റ് ഹദീസാണ്. ആ ഹദീസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ എല്ലാ സാധ്യതകളെയും പരിഗണിച്ചുകൊണ്ട് പ്രവാചകൻ സംസാരിക്കുന്നു എന്നാണ്. എന്താണ് ആ സംസാരം? നിങ്ങളൊരു അനീതിയെ കണ്ടാൽ അതിനെ കൈകൊണ്ട് എതിർക്കാൻ ശ്രമിക്കണം. അതാണ് അതിൻ്റെ തുടക്കം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പണി. പ്രവാചകൻ പിന്നെ കൺസിഡർ ചെയ്യാണ് കണ്ടീഷൻസ്. എന്തെങ്കിലും ചിലപ്പോൾ ഒരാൾക്ക് പറ്റൂലായിരിക്കും, കൈകൊണ്ട് പറ്റൂലായിരുന്നെങ്കിൽ നാക്ക് കൊണ്ടെങ്കിലും നിങ്ങളതിനെ എതിർക്കണം. അതും പറ്റൂലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് വെറുക്കണം. എന്ന് വെച്ചാൽ അനീതി കണ്ടിട്ട് മനസ്സിലെങ്കിലും ഒരു മോശം, ഇത് തെറ്റായി പോയി എന്ന് തോന്നാത്ത ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. ഇത് വളരെ പ്രധാനമാണ്. കാരണം ചില അനീതികൾ കണ്ട് നമ്മളിൽ തന്നെ ഒരു നിസ്സംഗത ഫോം ചെയ്യും. ഇപ്പം ഗസയിൽ ആദ്യത്തെ ഒരു മാസം നമ്മൾ മനുഷ്യർ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ നമ്മൾ കണ്ണീർ വാർത്തിരുന്നു, നമുക്ക് ചൂടുണ്ടായിരുന്നു. 1 മാസവും 6 മാസവും 1 കൊല്ലവും അത് തുടർന്നപ്പം നമുക്ക് സ്ഥിരം വാർത്തയായി മാറുന്നിടത്ത് നിന്ന് നമ്മൾ മാറണം. അനീതി എപ്പോൾ കണ്ടാലും നമുക്ക് അത് മനസ്സിൽ ഒരു വല്ലാത്ത ഈർഷ്യം, ഒരു ദേഷ്യം, അതിനെ എതിർക്കാനുള്ള ഇത് വേണം എന്നുള്ളത് മുഹറം തരുന്ന വലിയ പാഠമാണ് എന്ന് കാണാൻ പറ്റും. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔൻ്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് അനീതിക്കെതിരെ സംസാരിക്കുന്ന ഒരു രംഗം ഖുർആൻ ചിത്രീകരിച്ചുകൊണ്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഈ കടൽ പിളർക്കുന്ന, നമ്മൾ നോമ്പെടുത്തിട്ട് അനുസ്മരിക്കുന്ന ആ സംഭവത്തിന് കുറച്ച് മുന്നേ ഉള്ള സംഭവം. ആ സംഭവം ഇങ്ങനെയാണ്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, വഖാലു മൂസ യാ ഫിർഔനു ഇന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ, ഞാൻ ആരാണ്? ഈ റബ്ബിൽ ആലമീൻ്റെ റസൂലാണ്. ഈ മൊത്തം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വരുന്ന റെപ്രസെൻറ്റേറ്റീവാണ്. എന്നിട്ട് പറയാണ്, ഖദ് ജിഅ്തുക്കും ബയ്യിനത്തിൻ മിർ റബ്ബിക്കും, നിന്റെ റബ്ബിൽ നിന്ന് നിനക്ക് ഹിദായത്തുമായിട്ട് വന്നാണ്. അടുത്ത ഡയലോഗാണ് ഞാൻ പറയുന്നത്. ഈ ഡയലോഗ് എന്നൊക്കെ പറയുന്നത് വലിയ, നേരത്തെ നമ്മൾ സ്ഥിരം പറയുന്ന മാതിരി BGM ഒക്കെ ഇട്ടിട്ട് പറയേണ്ടുന്ന ഡയലോഗാണ്. അത്രയും അനീതിക്കെതിരെ ഈ രംഗം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കുക. എന്താണ് ഈ രംഗം? ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ
ഒരു വലിയ കൊട്ടാരത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ ഏകാധിപതി അദ്ദേഹത്തിൻ്റെ സൈന്യമൊക്കെ നിൽക്കുമ്പം അയാളുടെ മുഖത്ത് നോക്കി പറയാണ് ഫഅർസിൽ മഇയ ബനി ഇസ്രായേൽ, എൻ്റെ കൂടെ ഈ ബനു ഇസ്രായേലിനെ നീ അനീതി ചെയ്യൽ നിർത്തിയിട്ട് എൻ്റെ കൂടെ പറഞ്ഞയക്കണം എന്നതാണ് ഒരു പ്രവാചകൻ, ഇസ്ലാമിൻ്റെ പ്രവാചകൻ പറയുന്നതാണ്. ഇതാണ് ഇസ്ലാം, ഇതാണ് മുഹറം, ഇതാണ് ഹിജ്റ, ഇതാണ് മൂസാ നബി. ഇവരുടെ താവയിലുള്ള ഇവരെ ഫോളോ ചെയ്ത് ഇവരെ റോൾ മോഡൽസ് ആക്കുന്നവരാണ് നമ്മൾ. മുഹറം തരുന്ന മൂന്നാമത്തെ പാഠം അനീതിയെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അനീതി കാണുമ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളതാണ്. നാലാമത് മുഹറം തരുന്ന പാഠം പ്രതിസന്ധിയിൽ മുസ്ലിമാകുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് പ്രതിസന്ധിയിൽ മുസ്ലിമാകാനാണ്. പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫേവറിലല്ല കാര്യങ്ങൾ. ഒരാൾ നമ്മളെ ചൊറിഞ്ഞു, നമ്മളൊക്കെതിരെ തെറി വിളിച്ചു, നമ്മുടെ വീക്ക്നെസ്സിൽ കയറി പിടിച്ചു, നമുക്കൊന്നുമില്ല, അധികാരമില്ല, ഒന്നുമില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ എല്ലാ ഈമാനും ചോർന്നു പോകും. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ആദ്യം പലിശയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അത് പ്രതിസന്ധിയിൽ നമ്മൾ ആകെ പ്രശ്നമാവും. നമ്മൾ ആരെങ്കിലും ദേഷ്യം പിടിപ്പിക്കുമ്പം നാക്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ മോശം വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ പ്രതിസന്ധിയിൽ, ബാക്കി നല്ല സമയത്ത് എല്ലാ ആരോഗ്യമുണ്ട്, എല്ലാം ഓക്കെയാണ്, ആൾക്കാർ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു, നമ്മളും വലൈക്കും അസ്സലാം പറയുന്നു, ഇതിനെക്കുറിച്ചല്ല. പ്രതിസന്ധിയിൽ മുസ്ലിം ആകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാൾ നമ്മളോട് നല്ലോണം പെരുമാറിയിട്ട് അയാളോട് തിരിച്ച് നല്ലോണം പെരുമാറാൻ പറഞ്ഞു തരാൻ നമുക്ക് മതം ആവശ്യമില്ല. മതം എവിടെയാണ് ആവശ്യം? മതം ആവശ്യം നമ്മുടെ ഇൻസ്റ്റിങ്സിനെ മറികടക്കാൻ നമുക്ക് ഗൈഡൻസ് തരാനാണ് മതം ആവശ്യം. മറ്റേത് ആവശ്യമില്ല, നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഹിജ്റയെ കുറിച്ച് ആലോചിച്ചാൽ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആ സംഭവത്തെ, രണ്ട് സംഭവത്തെയും ആലോചിച്ചാൽ പ്രതിസന്ധിയിൽ അവർ മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് മക്കയിൽ തിരിച്ചടിച്ചില്ല എന്നുള്ളതാണ്. ഹിജ്റക്ക് മുന്നേ മക്കയിലാണ് ഉണ്ടായിരുന്നത്. മക്കയിൽ ഒരു തരത്തിലും എല്ലാ ഉമർ റളിയല്ലാഹു അൻഹു വരെ അവരെ കൂടെ ഉണ്ടായിരുന്നു. മക്കയിൽ ആയുധം എടുത്തില്ല എന്നുള്ളതും മദീനയിൽ ആയുധം എടുത്തു എന്നുള്ളതും മുസ്ലിമായി പ്രതികരിക്കുന്നതിൻ്റെ തിളങ്ങുന്ന ഉദാഹരണമാണ്. രണ്ട് സ്ഥലത്തും പവറുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ടല്ല, രണ്ട് സ്ഥലത്തും എന്തിനും പോകുന്ന സഹാബത്ത് കൂടെ ഇല്ലാത്തത് കൊണ്ടല്ല, രണ്ട് സ്ഥലത്തും യുദ്ധം ചെയ്യാൻ അറിയാത്തത് കൊണ്ടുമല്ല. ഒരു സ്ഥലത്ത് ആയുധം എടുക്കാതെ ഇരുന്നതും രണ്ടാമത്തെ സ്ഥലത്ത് ആയുധം എടുത്തതിൻ്റെയും ഒരൊറ്റ റീസൺ, അത് അള്ളാഹു പറഞ്ഞു എന്നത് മാത്രമാണ്. പ്രതിസന്ധിയിൽ മുസ്ലിം ആകുക എന്നുള്ളത് മക്കയിൽ അത്രയും അടിച്ചമർത്തപ്പെടുമ്പോഴും അള്ളാഹു ക്ഷമ പാലിക്കാൻ പറഞ്ഞു, അവർ ക്ഷമ പാലിച്ചു. നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക, നമ്മൾ പ്രതിസന്ധിയിലാണെങ്കിൽ നമ്മുടെ പുതിയ നിലപാടിന് നമ്മൾ പുതിയ തത്വങ്ങൾ മെനയാണ് ചെയ്യുക. രണ്ടാമത്, മക്കയിൽ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ആദർശം അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു ബോയ്ക്കോട്ട് ചെയ്തു എന്ന് വെച്ചാൽ എത്രയോ വർഷം ബോയ്ക്കോട്ട് ചെയ്തു, എന്നിട്ടും എന്ത് ചെയ്തില്ല? ആദർശം അഡ്ജസ്റ്റ് ചെയ്തില്ല. മരുഭൂമിയിലിട്ട് വലിച്ചു, എന്നിട്ടും ആദർശം അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രതിസന്ധിയിൽ മുസ്ലിം ആകലാണ്. മൂന്നാമത്, ഇത് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്, തോൽക്കാൻ നിന്ന് കൊടുത്തില്ല എന്ന് മാത്രമല്ല, പുതിയ സാധ്യതകൾ നിരന്തരം തേടിക്കൊണ്ടേ ഇരുന്നു. നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ഹിജ്റ മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ ഹിജ്റക്ക് മുന്നേ എന്താ ചെയ്തത്? അബിസീനിയയിലേക്ക് കുറേ സഹാബത്തിനെ പറഞ്ഞു വെച്ചു. എല്ലാവരും പോവുകയല്ല ചെയ്തത്, സ്ട്രാറ്റജിക്കലാണ്. അബിസീനിയയിലേക്ക് കുറേ പേരെ പറഞ്ഞയച്ചു. മക്കയിലേക്ക് മദീനയിൽ നിന്നും ആൾക്കാർ വരുമ്പം അവരുമായി ഇരുന്ന് ചർച്ച ചെയ്തു. അങ്ങനെയാണ് അഖബ ഉടമ്പടി 1ഉം 2ഉം ഉണ്ടാകുന്നത്. ഇതിനൊക്കെ ശേഷമാണ്, എന്നിട്ടും കഴിഞ്ഞിട്ടില്ല, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് അവരെ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി അയച്ചു. ഇതിനൊക്കെ ശേഷമാണ് ഹിജ്റ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു വൈകാരികമായ പ്രതികരണമല്ല, തോറ്റോടലുമല്ല, മക്കയിൽ തോക്കാൻ നിന്നു കൊടുക്കലുമല്ല, പുതിയ സാധ്യതകൾ നിരന്തരമായിട്ട് തേടിക്കൊണ്ടിരുന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ കാണുന്ന തിളങ്ങുന്ന ഒരു സ്റ്റെപ്പാണ് ഹിജ്റ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രതിസന്ധി ശരിക്കും നമുക്ക് ഇന്ത്യയിൽ ആലോചിക്കാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ നമ്മൾ സ്കൂളുകൾ പോകുമ്പം, പള്ളികൾ പോകുമ്പം, അവകാശങ്ങൾ പോകുമ്പം നമ്മൾ എന്ത് ചെയ്യും? ആകാശത്ത് നിന്ന് എന്തോ മലക്കറിഞ്ഞു വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അള്ളാഹ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ ജുഡീഷ്യൽ ആക്ടിവിസം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ പുതിയ പുതിയ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല? എന്തുകൊണ്ട് എഡ്യൂക്കേഷണലായിട്ട് നിങ്ങൾ ആക്ടിവിസം ചെയ്യുന്നില്ല? പുതിയ സാധ്യതകൾ എന്തുകൊണ്ട് തേടുന്നില്ല എന്നത് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഹിജ്റ ചെയ്ത് തരുന്ന വലിയൊരു പാഠമാണ് എന്ന് കാണാൻ കഴിയും. നാലാമത്,
ഇതും ഗ്രേറ്റ്നെസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത ഗ്രേറ്റ്നെസ് ആണ്. മക്കയിൽ അത്രയും അടിച്ചമർത്തപ്പെട്ട ആ സമൂഹത്തിന് മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം ഇവിടെ വരൾച്ച സംഭവിപ്പിച്ചപ്പോൾ ആദ്യം ഭക്ഷണം എത്തിക്കുന്നത് പ്രവാചകന്റെ മദീനയാണ്. അതാണ് ഒരു ജനതയോടുള്ള വല യജിരിമന്നക്കും ഷനആനു കൗമിൻ അല അല്ലാ തഅദിലു. ഖുർആൻ പറയാണ്, ഒരു ജനതയോടുള്ള ദേഷ്യം, അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പ്രതിസന്ധി. ശരിക്ക് ആ ഘട്ടത്തിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അടിച്ചമർത്തപ്പെട്ടപ്പോഴും മുസ്ലിമാണ്, അധികാരം കിട്ടിയപ്പോഴും മുസ്ലിമാണ് എന്നത് ഹിജ്റയും മുഹറവും നമുക്ക് തരുന്ന വലിയ പാഠമാണ് എന്നുള്ളതാണ്. ആറാമത്തെ പാഠം ഹിജ്റ തരുന്ന മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം തരുന്ന പാഠം. ഇത് നമുക്ക് ഒരിക്കലും തീരെ മനസ്സിലാകാത്ത പാഠമാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി ഇതിനെ ബേസ്ഡാണ്, പക്ഷെ നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആകാത്ത കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തിനാണ് നമ്മൾ നോമ്പെടുക്കുന്നത്? എന്തിനാണ് മുഹറം 10 നോമ്പെടുക്കുന്നത്? ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ഒരു കടലിനെ വടികൊണ്ടടിച്ചിട്ട് ആ കടൽ മൊത്തം 2ആയി പിളർന്നതിനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോമ്പെടുക്കുന്നത്. നമ്മൾ നോമ്പെടുക്കുകയാണ് എന്ത്? ഇത് ശരിയാണ്, ഇത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ എന്തിനെയാണ് വിശ്വസിക്കുന്നത്? ഒരു പ്രവാചകൻ തീയിലേക്ക് ഇടാൻ പോയപ്പോൾ ആ തീ തണുത്തിട്ട് ആ പ്രവാചകൻ രക്ഷപ്പെട്ടത് വിശ്വസിച്ചിട്ടാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു നോർമൽ ലോജിക്കൽ സ്റ്റേറ്റിൽ കാണുന്നതിൻ്റെ അപ്പുറം അള്ളാഹ്ക്ക് സഹായിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇതാണ് നമ്മുടെ വ്യത്യസ്തത എന്ന് പറയുന്നത്. ആത്മീയതയാണ്, അഭൗതിക സഹായം നമ്മുടെ ബേസാണ്. നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ കഴിയാത്ത അഭൗതികമായ സത്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളായിപ്പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ സൊല്യൂഷനേ നമുക്കുമുള്ളൂ. അയാൾ തകരുന്നതിനേക്കാൾ മുന്നേ നമ്മളും തകരും. ഇവരുടെ വിശ്വാസത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇവരുടെ വിശ്വാസം ആത്മീയമാണ്. എന്ന് വെച്ചാൽ ലോജിക്കലി നമുക്ക് 500 റിയാൽ കിട്ടാൻ വകുപ്പില്ല എന്ന് നമ്മൾ ലോജിക്കലി പ്ലാൻ ചെയ്താൽ നമ്മൾ പറയും എന്ത്? എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞു, ഇനി രക്ഷയില്ല. അള്ളാഹ് വിചാരിച്ചാൽ 500 അല്ല 10,000 തരാൻ കഴിയുമെന്ന ഈമാൻ ഉണ്ടാകുക എന്നുള്ളത് ഹിജ്റ തരുന്ന വലിയ പാഠമാണ്. 2-3 സംഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാവുള്ളൂ. എത്രത്തോളം ആത്മീയതയിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളത്. ഒരു മരുഭൂമി, പരന്ന മരുഭൂമി, ആരുമില്ലാത്ത മരുഭൂമി. ആ മരുഭൂമിയിൽ ഒരു ഗുഹ. ആ ഗുഹയിൽ ഹിജ്റൻ്റെ ഇടയിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഖുർആൻ ഇതെന്തിനാണ് നമ്മളോട് പറയുന്നത്? ഒരു കാലഘട്ടത്തിൽ ഹിജ്റ നടന്നു എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ഇടയിലുള്ളൊരു സംഭവം സൂറ തൗബയിൽ അള്ളാഹ് പറയാണ്. ആ ഗുഹയിൽ 2 പേര് അകപ്പെടുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ശത്രുക്കൾ ഏത് നിമിഷവും പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു സന്ദർഭം. ഒരു സാധാരണ മനുഷ്യനെ പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരും പ്രതികരിക്കുന്ന പോലെ പ്രതികരിച്ചു. എന്താ പ്രതികരിച്ചത്? നമ്മൾ പിടിക്കപ്പെടാൻ പോവാണ്, കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഖുർആൻ ആയത്താണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അതെന്ത് ലോജിക്കാണത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഒരു ലോജിക്കലി നമ്മളൊരു ഗുഹയിൽ പെടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഫോൺ ചെയ്യണോ, മെസ്സേജ് ചെയ്യണോ, വാട്സാപ്പ് ചെയ്യണോ, എന്താ ചെയ്യേണ്ടത് നമ്മൾ ആലോചിക്കുക. പ്രവാചകൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ, നമ്മൾ ഒറ്റക്കല്ല, അള്ളാഹ് കൂടെ ഉണ്ട്. ഈ ആത്മീയതയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിലേ ഹിജ്റയിൽ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറയാൻ കഴിയുള്ളൂ. അള്ളാഹ് കൂടെ ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഈമാൻ ഉണ്ടെങ്കിലേ ആ ഹിജ്റയിൽ നമുക്കും വിശ്വാസമുണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇതിലും ഗ്രേറ്റ് ആയിട്ടുള്ള വേറൊരു സംഭവമുണ്ട്. നമുക്ക് ശരിക്കും പ്രവാചകൻ എങ്ങനെ പറയാൻ കഴിയാമെന്ന് വിചാരിക്കും. സുറാഖത്തു ബിൻ മാലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഖുറൈശി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെയും സംഘത്തെയും പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പ്രവാചകൻ്റെ ബാക്കിൽ. പ്രവാചകൻ്റെ അടുത്തെത്തുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും പിടിക്കാൻ കഴിയുന്നില്ല. ഒട്ടകത്തിൻ്റെ കാലൊക്കെ പൂണ്ടു പോവുകയാണ്. എന്നിട്ട് പ്രവാചകൻ്റെ അടുത്ത് പരാജിതനായി പോകുമ്പം പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിട്ടുപോകുമ്പം പ്രവാചകൻ സുറാഖയുടെ കൈ പിടിച്ചിട്ട് പറയുന്നൊരു വർത്തമാനമാണ്. ഞാൻ പറയുന്നത് അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം മാത്രമല്ല, അങ്ങേയറ്റത്തെ 200-300% കോൺഫിഡൻസിലുള്ള ഒരാൾക്ക് ഇത് പറയാൻ കഴിയും. പ്രവാചകൻ പറയാണ്, ഹുർമൂസിൻ്റെ മകൻ കിസ്റയുടെ 2 വള നിനക്ക് അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ചാൽ കിസ്റ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ വലിയ രാജഭരണമാണ്. എന്ന് വെച്ചാൽ പേർഷ്യൻ്റെ ഭയങ്കര രാജഭരണമാണ്. ഈ പറയുന്ന സമയത്ത് പ്രവാചകൻ ആരാണ്? ആരുമല്ല. മക്കയിൽ നിന്നും വീടും കൊടിയും ഒക്കെ വിട്ടുപോയിട്ട് മദീനയിൽ എന്താകും എന്നറിയാത്ത ഒരു ഘട്ടത്തിൽ മരുഭൂമിയുടെ നടുക്ക് നിന്നുകൊണ്ട് തന്നെ പിടിക്കാൻ വന്ന ഒരാളോട് കോൺഫിഡൻസോട് പറയാണ്, എന്താണ്, എൻ്റെ കയ്യിൽ
പേർഷ്യൻ രാജാവിൻ്റെ ആ വള ഉണ്ടാകും, അത് നിനക്കണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതാർക്കേ പറയാൻ കഴിയുള്ളൂ? ഒരു ലോജിക്കിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്ക് ഇത് പറയാൻ കഴിയില്ല. വെറും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു നോളജിൽ വിശ്വസിക്കുന്ന ആൾക്ക് ഇത് കഴിയാൻ കഴിയില്ല. അഭൗതികമായി ഇതിനെയൊക്കെ മറികടക്കുന്ന പടച്ചവൻ്റെ സഹായം സാധ്യമാണ് എന്ന് പറയുന്നിടത്ത് ഈ പ്രവാചകന്റെ വർത്താനത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹിജ്റയിൽ വിശ്വാസമുണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. മൂന്നാമത്, നമ്മൾ മൂസാ നബി അലൈഹിസ്സലാം കടൽ പിളർന്നതിനെ പിന്നെ കംപ്ലീറ്റ്ലി 100% വിശ്വസിച്ചിട്ടാണ് നോമ്പെടുക്കുന്നത്. ആ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്തരം മൊമെന്റ്സ് എന്തിനാണ് അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത്. കടലൊരു ഭാഗത്ത്, ഇപ്പുറത്ത് ഫിർഔനും സംഘവും. ശരിക്കും കടൽ പിളർന്നു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. ഖുർആൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ക്രിട്ടിക്കൽ മൊമെന്റ് പറയാണ്. ആ മൊമെന്റിൽ അപ്പം കടൽ മുന്നിൽ, പുറകിലാരാണ്? ഫിർഔനും സൈന്യവും. നമ്മളുടെ ഒരു ഈമാൻ വെച്ച് നമ്മൾ എന്താ പറയുക, ഇത് ഏകദേശം തീർന്നു പോലെ, പണി കഴിഞ്ഞു. അത് ബനു ഇസ്രായേൽ എന്ന് വെച്ചാൽ ഖുറാൻ ക്ലാസും തർബിയത്തൊക്കെ എടുത്തിട്ട് പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം കൂടെ കൊണ്ടുവന്ന ഒരു ജനത മൂസാ നബിനോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന ലമുദ്റക്കൂൻ, കഴിഞ്ഞ പരിപാടി, ഇന്ന ലമുദ്റക്കൂൻ, നമ്മൾ പിടിക്കപ്പെടാൻ പോവാണ്. ഇത് ഭൗതികമായ ലോജിക്കാണ്. കാരണം മുന്നിൽ കടലും ബാക്കിൽ സൈന്യമുണ്ടെങ്കിൽ ലോജിക്കലി നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് ഭൗതികമായ ലോജിക്ക്. ഇത് പറയാൻ ഇസ്ലാമിന് നമുക്ക് ആവശ്യമില്ല. മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറയാണ്, കാലക്കല്ല, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, നമ്മുടെ കൂടെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ നമ്മളെ എന്ത് ചെയ്തോളും? സന്മാർഗം കഴിച്ചു. മുഹറത്തിന് തരുന്ന 6ാമത്തെ പാഠം, നമ്മൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും എല്ലാ ലോജിക്കിനും അപ്പുറം പടച്ച തമ്പുരാന്റെ സഹായം നമുക്ക് കിട്ടും. ആ സമൂഹമാണ്, ആ ഉമ്മത്താണ് നമ്മൾ എന്ന വിശ്വാസം നമുക്ക് വേണം. ഏത് ഇരുട്ടറയിലാണെങ്കിലും, ആര് കൂടെ നിന്നിട്ടില്ലെങ്കിലും റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് കോൺഫിഡൻസോടുകൂടി മക്കൾക്കും എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഈമാൻ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഹിജ്റ തരുന്ന, മുഹറം തരുന്ന 6ാമത്തെ പാഠം. 7ാമത്തെ പാഠം, അവസാനത്തെ പാഠം, ഞാനിതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 7ാമത്തെ പാഠം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹിജ്റയും അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആ സംഭവവും തരുന്ന ഒരു പാഠമുണ്ട്. ആ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിൽ പാലായനം ചെയ്തവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്, അത് ചെയ്യിച്ചവരെ ചരിത്രം മറന്നിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. സത്യത്തിൻ്റെ കൂടെ നിന്നവരേ ചരിത്രം ഓർത്തിട്ടുള്ളൂ, അതിനെതിരായി നിൽക്കുന്നവരെ ചരിത്രം ഓർത്തിട്ടേ ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഹിജ്റ ചെയ്തവരെ ഓർത്ത് കണ്ണീർ വാർത്ത് അവരെ റോൾ മോഡൽസ് ആക്കുന്ന സമൂഹമേ ഇവിടെ ഉള്ളൂ. അബൂജഹലിനെ ഓർക്കുന്ന ആരാണ് ഇവിടെ ഉള്ളത്? മൂസാ നബി അലൈഹി സ്വലാമിനെയും ആ കടൽ പിളർന്നതിനെയും അതിൻ്റെ കഥകൾ കേട്ടിട്ട് ആത്മവിശ്വാസവും കോരിത്തരിക്കുന്ന ഒരു സമൂഹമേ നമുക്ക് മുന്നിലുള്ളൂ. ഫിർഔനെ ഓർക്കുന്ന ആരുമില്ല എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും എത്രയോ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, സിറിയയിൽ നിന്നും ധാരാളം മുസ്ലിങ്ങൾ ഹിജ്റ ചെയ്യുന്നു. ഗസയിൽ നിന്നും ഈ അടുത്താണ് ഹിജ്റ ചെയ്തത്. ഹിജ്റ ആൾക്കാർ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം കാണുന്നതൊക്കെ പരാജയമാണ്. ഭൗതികമായി നമ്മൾ നോക്കുമ്പം ഇതൊക്കെ പരാജയമാണ്. അള്ളാഹു പറയുന്നത്, നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിലാണെങ്കിൽ, അള്ളാഹിൻ്റെ മാർഗത്തിലാണെങ്കിൽ നമ്മൾ കടൽ പിളർക്കുന്നവരാകും എന്ന് മാത്രമല്ല, അവിടെ ഒരു പുതിയ ഫലസ്തീൻ ഉണ്ടാക്കുന്നവരാകും എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ മാർഗത്തിലാണെങ്കിൽ നമ്മൾ ഹിജ്റ ചെയ്യുമ്പം അത് നമുക്ക് നഷ്ടമായി തോന്നുമ്പോഴും നമ്മൾ മദീന ഉണ്ടാക്കുന്നവരാകും എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത്. എന്ന് മാത്രമല്ല, ഇതിൽ വലിയ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഒരു പാഠമുണ്ട്. ഹിജ്റ ചെയ്യാൻ തയ്യാറായപ്പോഴാണ് മദീന ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നതാണ്. മക്ക എന്ന കംഫേർട്ട് സോണിൽ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും മദീന ഉണ്ടാക്കാൻ കഴിയില്ല. ഹിജ്റ എന്ന നഷ്ടം സഹിക്കാൻ ത്യാഗം, എല്ലാതരം നമ്മുടെ കെട്ടുപാടുകളെയും ഹിജ്റ ചെയ്യാൻ വേണ്ടി തയ്യാറായപ്പോഴാണ് അവർക്ക് മദീന സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്നത് വലിയ പാഠമാണ് എന്നുള്ളതാണ്. അപ്പം ഇതാണ് മുഹറവും ഹിജ്റയും തരുന്ന പാഠം. ഞാൻ പറയുന്നത്, നമ്മൾ മുഹറം 9, 10, 11 നോമ്പെടുക്കുമ്പം നമ്മളിവിടെ നിന്നുകൊണ്ട് ആ നോമ്പെടുത്താൽ ആ നോമ്പായി മാറൂല. നമുക്ക് ആ കടലിൻ്റെ അടുത്ത് ആ ഇരമ്പം കേട്ട് അതിങ്ങനെ പിളരാൻ പോകുന്നതിൻ്റെ ആ ഒരു മൊമെൻറ്റിൽ നിൽക്കാൻ കഴിയണം. ഫിർഔനെ തോൽപ്പിക്കുന്ന ആ രംഗം, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്ന, അള്ളാഹിൻ്റെ സഹായം കാണുമ്പോൾ പുഞ്ചിരി വിടരുന്നത് നമ്മുടെ മനസ്സിൽ വരണം. മരുഭൂമിയിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആ ദിക്ർ ചൊല്ലി അള്ളാഹിൽ മാത്രം വിശ്വാസം അർപ്പിച്ച ഒരു ജനത പോയത് ആ മരുഭൂമിയുടെ മണൽ തരികൾ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയണം. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ നോമ്പെടുക്കുമ്പം
നമ്മളോട് ആലോചിക്കേണ്ടത് നമ്മൾ ഹിജ്റ ചെയ്യാൻ റെഡിയാണോ എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ ഇഷ്ടത്തിലേക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ വിട്ടു പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മളെയൊക്കെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ, പ്രവാചകനെ പോലെ, ഉമറിനെ പോലെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഹിജ്റ ചെയ്യാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പെടുത്തി പെരുമാറാകട്ടെ. അവരെപ്പോലെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഇടങ്ങളെ വിട്ടുപോകാനുള്ള ഒരു മനസ്സും ഈമാനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.